നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ, അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഈ ഹൽവയ്ക്കായിട്ട് നമ്മളിവിടെ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ആകാം. ഇതിപ്പോ ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് നല്ല പൗഡർ പോലെ അതൊന്ന് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുത്ത പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ആ പൊടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15-20 മിനിറ്റോളം അതൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിനായിട്ട് 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1.5 കപ്പ് ശർക്കരയിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പൊ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ച റവയുടെ പൊടി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രമിക്കണം, കാരണം നമ്മൾ ഇതിന്റെ പാലെടുക്കാൻ പോവുകയാണ്. അപ്പൊ നന്നായിട്ട് അത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു അലക്കിയ തുണിയിൽ കൂടെയോ നമുക്കത് അരിച്ചെടുക്കണം. അതിനകത്ത് തരികൾ പാടില്ല. തരി ഇല്ലാതെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഈ അരിപ്പയാണ് എടുത്തേക്കുന്നത്. അപ്പൊ അരിപ്പയിൽ കൂടെ നന്നായിട്ട് അതൊന്ന് അരിച്ച് എടുക്കുവാണ്. ഇത് ഇത്രയും വേസ്റ്റ് വന്നിട്ടുണ്ട്, അത് നമ്മൾ കളയുവാണ്. ആ പാല് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു ട്രേ സെറ്റ് ചെയ്ത് വെക്കണം, കാരണം നമ്മുടെ ഈ ഹൽവ റെഡി ആയി കഴിഞ്ഞാൽ ചൂടോട് തന്നെ ആ പാത്രത്തിൽ മോൾഡിലേക്ക് ഒഴിച്ചു വെക്കണം. അപ്പൊ അതിനായിട്ടൊരു ഗ്ലാസിന്റെ മോൾഡിൽ ഞാൻ നെയ്യാണ് ഗ്രീസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആ ഗ്രീസ് ചെയ്യുന്ന നെയ്യ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കാഷ്നട്ട്സും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച റവയുടെ വെള്ളയില്ലേ, റവയുടെ പാല്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് മാത്രമേ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. നമ്മളിപ്പം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടും, പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. ഇതിപ്പം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, അല്ലാതെ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിന്റെ ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കണമെങ്കിൽ അവസാനം വരെ എല്ലാവരും കാണുക. ഇപ്പം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ഒരു പിഞ്ച് ഉപ്പ്, ഒരേ ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഫ്ലേവറിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഒക്കെ വേണേൽ ചേർക്കാം. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് പൊടിച്ചത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. അത് ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക. കൈവിടാതെ ഇളക്കുകയും വേണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇളക്കുന്നത് നിർത്താൻ പാടില്ല. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഇതിനകത്ത് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. കുറുകി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നപ്പോൾ 1 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഫ്രഷ് തേങ്ങാപ്പാൽ കിട്ടാത്തത് കൊണ്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഞാൻ കലക്കിയെടുത്തതാണിത്. നിങ്ങൾക്ക് ഇപ്പൊ ഫ്രഷ് ആയിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 1.5 മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ച് എടുത്ത് അതിൽ നിന്ന് അരിച്ചെടുക്കുന്ന പാല് മതി. അല്ലാതെ 1-ാം പാലോ 2-ാം പാലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി ഇതിനെ കുറുക്കി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജിലേക്ക് ആക്കിയെടുക്കണം. അപ്പം ഇടയ്ക്ക് എൻ്റെ കൈ കഴിച്ചപ്പോൾ സുനിലേട്ടൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം. ഇപ്പം ഈ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണ ഇറങ്ങി വന്നിട്ട് അതിങ്ങനെ നമ്മൾ ഈ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ അത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ വേറൊരു എണ്ണയുടെയോ നെയ്യിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ പ്രിപ്പറേഷനിൽ.
അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വറ്റി വരാനുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഈ സമയത്ത് കണ്ടിന്യൂസ് ഒട്ടും കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പാകം മാറിപ്പോവും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് റെഡിയായി വരാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഈ സമയത്ത് ഇപ്പം ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. മാറ്റിയിട്ട് നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്ന മോൾഡില്ലേ, ആ മോൾഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതെല്ലാം ഞാൻ ആ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുവാണ്. എന്നിട്ട് ഒരു സ്പൂണോ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലെവൽ ചെയ്ത് ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കുവാണ്. അതൊന്ന് തണുത്ത് കിട്ടണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒന്ന് കുത്തി ഇളക്കൊന്നും വേണ്ട, സ്പൂണൊന്നും വെച്ച് തൊടണ്ട, അല്ലാതെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. എന്താ ഒരു ലുക്ക് എന്ന് നോക്കിക്കേ. നല്ല അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഹൽവയാണ്. ഞാനിത് പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. മുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്ത് സോഫ്റ്റ് ആണെന്ന്. കാരണം നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കിയിട്ടും നല്ല ഫ്ലഫി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഹൽവ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.